ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് കാരണം, ഇപ്പോൾ നമുക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിനൊക്കെ നമ്മൾ കൺഫർമേഷനൊക്കെ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും തപ്പുന്നതെന്ന് പറഞ്ഞാൽ 50 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 60 ദിവസം കൊണ്ട് എങ്ങനെ തീർക്കാം, അങ്ങനെയുള്ള ടൈം ടേബിളുകളാണ് എല്ലാവരും തിരയുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ കീവേഡ്സ് അടിച്ചു നോക്കി ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കീവേഡ് അതാണ്. അപ്പം ഞാനും അത് കാരണം അത് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഒത്തിരി വീഡിയോസ് കിട്ടി. പക്ഷേ ഈ വീഡിയോസിലെല്ലാം എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഇത് ആപ്പിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് ഇത് ചെയ്താലോ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെ നമുക്കിപ്പോൾ കിട്ടേണ്ട കാര്യമുണ്ട്. നമുക്കിത് ഇതിൽ കാണിക്കുന്ന പോലെ ഇതിൽ എത്ര മാർക്ക് കൃത്യമായിട്ട് കിട്ടുമെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പല വീഡിയോസും നമുക്ക് ടൈം ടേബിൾ തരാമെന്ന് പറഞ്ഞിട്ട് അവർ ഇത് ഈ അതായത് ഈ ഒരു സിലബസ് എടുത്ത് വെച്ചിട്ട് ചരിത്രം 5 മാർക്ക്, ഇന്ത്യൻ ഇത് ഓരോന്ന് എത്ര മാർക്ക് എന്നുള്ളത് കൃത്യമായിട്ടാണ് പറയുന്നത്. പക്ഷേ അത് നമ്മുടെ ഈ സിലബസ് നോക്കിയാൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനൊക്കെ എഴുതുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്നത് തന്നെയാണ്. അതിനായിട്ട് നമ്മളെ ആൾക്കാരെ പറ്റിക്കുന്ന പോലെ വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞതല്ല. പക്ഷേ ഈ തിരയുന്ന കുട്ടികളെല്ലാം അവരുടെ സമയമാണ് നഷ്ടമാണ്. നിങ്ങൾക്കൊരു വ്യൂസ് കിട്ടും, പക്ഷേ ഉദ്യോഗാർത്ഥിക്ക് കുറേ ടൈമാണ് പോകുന്നത്. അപ്പോൾ അവസാനം അവർ പറയുന്ന അവരുടെ ആപ്പിൽ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മളതിനൊന്നും പോകണ്ട. നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. ഒരു വട്ടം നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എല്ലാം ഇപ്പോഴും അതിന് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ആ ഹൈഫൺ കൊടുത്തിരിക്കുന്നില്ലേ നമ്മുടെ സിലബസിൽ, ആ ടാബിൽ കണ്ടോ? അപ്പോൾ അതിൽ ഓരോ ഇപ്പോൾ യൂറോപ്യന്മാരുടെ വരവ് കഴിഞ്ഞൊരു ഹൈഫൺ ഉണ്ട്. അപ്പോൾ നമ്മളതിനെ ഓരോന്നിനും എടുക്കും. ഞാൻ കണ്ടോ, ആ യൂറോപ്യന്മാരുടെ വരവ് എന്നുള്ളത് ഒരു ടോപ്പിക്കാക്കി, അടുത്ത യൂറോപ്യന്മാരുടെ സംഭാവന എന്ന് പറയുന്നത് 2ാമത്തെ ടോപ്പിക്കാക്കി, അങ്ങനെ ഓരോന്നും എടുത്തെഴുതി. ഇപ്പം മാർത്താണ്ഡവർമ്മ, ശ്രീ ചിത്ര തിരുനാൾ വഴി, അങ്ങനെ ഓരോന്നും ഓരോ നമ്പറിട്ട്, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ നമ്പറിട്ട് ഇതുപോലെ കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഇതുപോലെ നിങ്ങളുടേതായ രീതിയിൽ എഴുതിക്കണം. ഞാനിപ്പോൾ ചെറിയ ചെറിയ പോയിൻറ്റ്സ് പോലും ഇതിൽ ഒരു ടോപ്പിക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതാണ് ഞാൻ നോക്കുന്നത്. ഇത് ഞാൻ എഴുതി വെച്ചതാണ്. അപ്പോൾ അതിൽ ഓരോ ചെറിയ ചെറിയ ടോപ്പിക് ഏകദേശം വരുമ്പോൾ 350-ന് പുറത്ത് ടോപ്പിക്കുകളായിട്ടാണ് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്തെടുത്തത്. ഈ ലാൻഡ്, വാൻ, മാൻ എന്നൊക്കെ പറയുന്ന ആ ഒരു പോർഷൻസൊക്കെ കണ്ടോ, അതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടോപ്പിക്കാണ്. മേ ബി നമുക്കൊരു 1 മണിക്കൂർ പോലും പഠിക്കാനുള്ളതല്ല. പക്ഷേ അതൊക്കെ ഒരു ടോപ്പിക്കായിട്ടാണ് നമ്മൾ എടുത്തത്. അതെന്തിനാണ് എടുത്തതെന്ന് ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ ആനുകാലിക വിഷയങ്ങളെന്ന് പറയുന്ന നമ്മുടെ കറണ്ട് അഫയേഴ്സിന് മാത്രം ഞാൻ ഡേയ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഏതെങ്കിലും ഒരു കറണ്ട് അഫയേഴ്സ് എഴുതിയെടുക്കുകയോ പത്രം വായിച്ച് എഴുതിയെടുക്കുകയോ ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മളത് ഓരോ ദിവസം അന്നെന്നുള്ളത് പഠിക്കുകയോ മറ്റോ ചെയ്യുക, അല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് ദിവസം കണക്കാക്കി പഠിക്കുക. അപ്പോൾ മൊത്തം 362 ടോപ്പിക്കാണ് എനിക്കിവിടെ ഉള്ളത്. ആനുകാലികത്തിൻ്റെ ദിവസം നമ്മൾ കൂട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിനി എത്ര ദിവസം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഏകദേശം ഓഗസ്റ്റിൽ എക്സാം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അതിൽ 2 ദിവസം സെക്കൻഡ് സാറ്റർഡേ 4th സാറ്റർഡേ പോയിട്ട് നമുക്കൊരു 16th എക്സാം നടക്കും എന്നുള്ള രീതിയിൽ ആണ് ഈ ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ ഓഗസ്റ്റ് 16th എക്സാം എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടി എടുക്കാൻ. ഇപ്പം ഡേയ്സൊക്കെ എണ്ണി നോക്കുമ്പോൾ ഇനി ആ ഒരു ഓഗസ്റ്റിൽ നമുക്കൊരു 15 ദിവസം കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് ജൂണുണ്ട്, ജൂലൈ ഉണ്ട്. ജൂണിൽ നമുക്കിനി 10, ഇന്നിപ്പോൾ 9, അത് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളാണ് അക്കൗണ്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അക്കൗണ്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അതും ഏകദേശം ഒരു 21 ദിവസം കിട്ടി. അപ്പോൾ 15, 31, 21 ദിവസം, മൊത്തം 67 ദിവസം കിട്ടും. ഇതിൽ നമ്മളിവിടെ ഏകദേശം ഒരു 60 ദിവസത്തേക്കുള്ള ടൈം ടേബിൾ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ 362 ടോപ്പിക്കിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 6.0 സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ കിട്ടും നമുക്ക്. അപ്പോൾ നമ്മളതിനെ ഒരു ദിവസം 6 ടോപ്പിക്ക് പഠിക്കുക എന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റുക. അപ്പോൾ 6 ടോപ്പിക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും നമുക്ക് പഠിക്കാൻ പറ്റിയെന്ന് പറ്റില്ല. ഇപ്പം നമ്മൾ അതിൽ ആ യൂറോപ്യന്മാരുടെ ആഗമനം ഇതൊക്കെ എല്ലാവരെ കൊണ്ടും ഒറ്റ ദിവസം കൊണ്ടൊന്നും പഠിച്ച് തീർക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള നമ്മൾ അത് പഠിക്കുന്ന ദിവസം വേറെ പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ടോപ്പിക്സ് പഠിക്കുന്ന ദിവസം കൂടുതൽ പഠിക്കുക.
അതായത് ഇപ്പം അതുപോലെ തന്നെ ഒരുപാട് ടോപ്പിക്സ് അങ്ങനെയുണ്ട്. യൂറോപ്യന്മാരുടെ വരവ് മാത്രമല്ല, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്ര തിരുനാൾ വരെ അങ്ങനെയൊക്കെയുള്ള ചില ടോപ്പിക്കുകൾ. അപ്പോൾ എനിക്കതൊക്കെ പഠിക്കാൻ കുറേ ടൈം വേണം. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ചില കുട്ടികൾക്ക് അത്രയും വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ ഇതിൽ തന്നെ ഉണ്ട് IR റേസ്, UV റേസ്, എക്സ് റേസ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞില്ല, അതുപോലെ ഇതൊക്കെ വളരെ ചെറിയ ടോപ്പിക്കാണ്. അതിൽ പ്രകാശ ലെൻസ്, അവിടെയൊക്കെ വളരെ ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ടോപ്പിക്കുകളൂടെ നമ്മൾ പഠിക്കുന്ന ടൈമിൽ കൂടുതൽ പഠിക്കുക. 6 പഠിക്കേണ്ട അടുത്ത് 8ഉം 10ഉം പഠിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ദിവസം ഒരു ടോപ്പിക്ക് പഠിച്ച ദിവസത്തത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്നിട്ട് ഇനി ഈ ഒരു സാധനം, ഈ 366 എണ്ണമുണ്ട്. നമുക്ക് മിക്ക ഇതിനും ടൈം ടേബിൾ ഏകദേശമൊക്കെ ഒരുപോലെ, ഈ സിലബസ് ഒരുപോലെയൊക്കെയാണ്. പിന്നെ ചിലതിന് കുറച്ച് ടോപ്പിക്സ് അധികം എക്സ്ട്രാ വരുന്നുണ്ട്. ആ എക്സ്ട്രാ വരുന്നതിന് എക്സ്ട്രാ ടൈം കണ്ടെത്തുക. അല്ലാത്തത് ഇത് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം ഡിസംബറിൽ നടക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഒരു 5 മാസം കിട്ടും. അപ്പോൾ 5 × 30 150 ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഈ 362 150 ഡേയ്സ്, 362 ടോപ്പിക്ക് നമ്മൾ ഇപ്പോഴേ എഴുതി വെച്ചിരിക്കില്ലേ. 150 നമുക്ക് ഒരു ദിവസം ഏകദേശം 2 ടോപ്പിക്ക് വെച്ച് പഠിച്ചാൽ മതി. കാരണം അത് 150 ഡേയ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് 150 ഡേയ്സിൻ്റെ ടൈം ടേബിളായി. അപ്പം 100 ഡേയ്സിൻ്റെ ആണെങ്കിൽ ബൈ 100 ചെയ്താൽ മതി. അപ്പോൾ ഒരു ദിവസം 3 പോയിൻറ്റ് സംതിങ് പഠിക്കേണ്ടി വരും. 3.5 ടോപ്പിക്ക് വെച്ച് പഠിക്കാം. അങ്ങനെ ഈ ഒരു ടൈം ടേബിളിനെ തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരാളുടെ സഹായം വേണ്ട, നമുക്ക് സ്വന്തമായി ടൈം ടേബിൾ എടുക്കാം. നമ്മൾ ടൈം ടേബിൾ തരുമോ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ ചെന്നിട്ട് ഇങ്ങനെ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവരും ആ ഒരു വരുമാനമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ വരുമാനം ലഭിക്കാൻ വേണ്ടിയാണ് അവരുടെ ആപ്പിലേക്ക് പോകാനും കോഴ്സ് പർച്ചേസ് ചെയ്യാനും ഒക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്വന്തമായി ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക. എല്ലാ